ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പള്ളിയിൽ പോയിരുന്നു. കുറേ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു, കുറേ പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോയിരുന്നു. ഓഫുള്ള ദിവസങ്ങളിലൊക്കെ, എല്ലാ ദിവസവും ഡ്യൂട്ടിയുള്ള ദിവസമൊന്നും നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ ആ ഒരു വചനങ്ങളും അതുപോലെ കുർബാനയും ദിവ്യകാരുണ്യമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. വേറൊരു പ്രത്യേകത, നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനാണെന്ന് നമ്മൾ പലരും ചോദിക്കാറുണ്ട്, പല ചോദ്യങ്ങൾ അങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും പള്ളിയിൽ പോകുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ നാടിന് വേണ്ടി, അതുപോലെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ കുറേ പേർക്ക് വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ മാതാപിതാക്കളെയും പിന്നെ അകന്ന് നിൽക്കുന്നവരെയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. കാരണം പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ കുറേ പേര് എല്ലാവരും നമ്മളിങ്ങനെ കൂടെ നിന്ന് കുർബാന കൈക്കൊള്ളുന്നതും കുർബാന കൂടുന്നതൊക്കെ പോലെ തോന്നും. കാരണം ചെറുപ്പം മുതലേ നമ്മുടെ ജീവിതം അങ്ങനെയായിരുന്നു. കാരണം എന്നും കുർബാനയ്ക്ക്, നാട്ടിലൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അപ്പോൾ അത് തരുന്നൊരു ശക്തി വലിയ ഒരു ശക്തി തന്നെ. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ കുർബാനയ്ക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ, ഫാമിലിയായിട്ട് പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം വലുതാണ്. നമ്മുടെ ജീവിതവും അതുപോലെ നമ്മുടെ കൾച്ചർ എല്ലാം നമ്മൾ അവർക്ക് പകർന്നു നൽകുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. നമ്മളെപ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും ഫാമിലിയായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും ഇതുപോലെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഷോപ്സിൽ പോകാനും ആൾക്കാരെ കാണാനൊക്കെയാണ് നമുക്ക് കൂടുതൽ. ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ദൈവത്തിൻ്റെ ആ സ്നേഹം അവർ തിരിച്ചറിയാൻ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. സോബീസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇവിടെയാണെങ്കിൽ കുറേ അധികം പൂക്കളും പിന്നെയാണെങ്കിൽ മാംഗോസ്. മാങ്ങ നമുക്ക് എപ്പോൾ കണ്ടാലും അത് വാങ്ങിച്ചില്ലെങ്കിൽ പോലും അതൊന്ന് തൊട്ട് തലോടിയൊക്കെ നിൽക്കാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ്. കാരണം മാങ്ങ നമുക്ക് എപ്പോഴും നാടിൻ്റെ ഒരു ഓർമ്മയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള മാങ്ങകളല്ലെങ്കിൽ പോലും വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ രുചികരമായിട്ടുള്ള കുറേ മാംഗോസ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്രയൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളില്ല എന്ന് തന്നെ പറയാം. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾക്കും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും മെൻ്റലി, ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണം. ഓരോ ദിവസവും നമുക്ക് സ്വപ്നങ്ങൾ വേണം. അതുപോലെ നമ്മുടെ ചുറ്റും നമ്മളെ സഹായിക്കാനും സ്നേഹിക്കാനായിട്ട് നമുക്ക് മനുഷ്യർ വേണം. അതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകില്ല. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. അങ്ങനെ പുതിയ കാര്യങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഓർക്കാനും അതുപോലെ കുറേ കാര്യങ്ങൾ മറക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും അതുപോലെ മ്യൂച്വൽ റെസ്പെക്റ്റും ഒന്നും ചോർന്നു പോകാതിരിക്കുകയും വേണം. അങ്ങനെ ഒരു ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. കാരണം ഈ ഒരു പ്രോവിൻസിൻ്റെ പ്രത്യേകത നല്ല മഴയുള്ള ഒരു സ്ഥലമാണ്. വിൻ്ററിലായാലും നമുക്ക് നല്ല മഴ തന്നെയുണ്ട്. അപ്പോൾ കൂടുതൽ മഴ കിട്ടുന്നത് കൊണ്ട് തന്നെ തണുപ്പ് സമയത്ത് നമുക്ക് വളരെ ഹെൽപ്പാണ്. കാരണം തണുപ്പ് കുറയും. പക്ഷെ നമ്മുടെ സമ്മർ സമയത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് സങ്കടമാണ്. കാരണം അത്രയും നേരം നമുക്ക് സൂര്യനെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ തണുപ്പും പുറത്തിറങ്ങാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ഓൾറെഡി നമുക്ക് വിൻ്ററിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ നടക്കാനും അങ്ങനെ പോകാനൊക്കെ. അപ്പം നമ്മളങ്ങനെ ജോലിക്ക് പോകുന്ന തിരക്കിലാണ്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതുപോലെ പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കാൻ കൊതിയാണ്. മഴ നമുക്ക് വീടിൻ്റെ ഉള്ളിലിരുന്ന് കാണുന്നതാണ് സൗകര്യം. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം.